മനുഷ്യൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റുമ്പോഴാണ് മനസ്സ് വിഭ്രാന്തിയിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഭ്രാന്തൻ എന്നൊക്കെ വിളിച്ചിരുന്നത്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ ഏറി വരുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാനസിക സംഘർഷത്തെ ഒരിക്കൽ പോലും സംഘർഷം നേരിടുന്ന ഒരു വ്യക്തിയെ ആരും ഭ്രാന്തെന്ന് വിളിച്ചിരുന്നില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു തരം ഭ്രാന്താണ്. പണ്ട് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത് ഇവിടുത്തെ ജാതിയുടെ വിവേചനങ്ങൾ, ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾ കണ്ടിട്ടായിരുന്നു. ജാതിയുടെ മതത്തിൻ്റെ പേരിലുള്ള തലപിടുത്തവും വഴക്കും ബഹളവും കണ്ടിട്ടാണ് പി കേശവദേവ് ഭ്രാന്താലയം എന്നുള്ള ചെറിയ നോവൽ രചിച്ചതുപോലും. ഇതിൻ്റെ എല്ലാം പ്രതിപാദ്യ വിഷയം മനുഷ്യൻ എന്ന ആ പ്രധാനപ്പെട്ട വസ്തുത മറന്നിട്ട് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അപ്രധാനവും അപ്രസക്തവുമായ കാര്യങ്ങളുടെ പേരിൽ വ്യാഖ്യാനിക്കാനോ വിലയിരുത്താനോ തുടങ്ങുന്ന ഒരു അവസ്ഥ. അതുതന്നെയാണ് മറ്റൊരർത്ഥത്തിൽ ഇന്ന് ഭ്രാന്താലയമായിട്ട് കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ വില അല്ലെങ്കിൽ മനുഷ്യൻ്റെ നില അവൻ്റെ ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ ഒക്കെ പേരിൽ നിർണ്ണയിക്കപ്പെടുന്ന, അതിനകത്ത് സമ്പത്തും കൂടെ ഒന്ന് ചേർക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അല്ലെങ്കിൽ സ്ഥാനം, ഇത് രണ്ടും ഇന്ന് വളരെ പ്രധാനപ്പെട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമ്പത്തും സ്ഥാനവും. അതിൻ്റെയൊക്കെ പേരിൽ മനുഷ്യൻ്റെ വില നിശ്ചയിക്കുകയും മനുഷ്യത്വത്തിന് വിലയില്ലാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ. അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നു കഴിയുമ്പോഴത്തേക്കും നേരായി ചിന്തിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, നേരല്ലാത്തത് ചിന്തിക്കുന്നതാണ് നേരെന്നുള്ളൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുകയും ചെയ്യുന്നു. നേരെ ചിന്തിക്കുന്ന വ്യക്തികളിൽ നിന്ന് വിഡ്ഢികളായിട്ട് മാറുന്നു. നേരല്ലാതെ ചിന്തിക്കുന്ന വ്യക്തികളിൽ നിന്ന് സമൂഹത്തിൽ വാഴ്ത്തപ്പെട്ടവരായിട്ട് മാറുന്നു. അതാണിന്ന് ഏത് സമൂഹത്തിൽ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. അത് രാഷ്ട്രീയ സമൂഹങ്ങളിലായാലും മതസമൂഹങ്ങളിലായാലും സാമുദായിക സംഘടനകളിലായാലും അവിടെയൊന്നും നേരെ ചിന്തിക്കുന്നവരെ ആരും വാഴ്ത്തി കാണുന്നില്ല. അവരെ വിഡ്ഢികളായിട്ട് ചിത്രീകരിക്കുകയും നേരല്ലാതെ ചിന്തിച്ച് എങ്ങനെ വിജയികളാവാം എന്ന് കാണിക്കുന്നവരെ മഹാത്മാരായി ചിത്രീകരിക്കുകയും അവരെ മാത്രം ജീവിതത്തിൽ വിജയിക്കുന്നവരെ ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ നോക്കുമ്പോൾ അതും വേറൊരർത്ഥത്തിൽ ഒരു ഭ്രാന്താലയത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. കാരണം ഭ്രാന്ത് ഇല്ലാത്ത, അതായത് നല്ല മനസ്സുള്ള വ്യക്തികൾ നല്ല കാര്യങ്ങൾ നേരെ ചിന്തിക്കും. പക്ഷേ തലയ്ക്ക് മത്ത് പിടിച്ച് അത് അധികാരത്തിൻ്റെ ആവാം, ജാതിയുടെ ആവാം, സ്ഥാനത്തിൻ്റെ ആവാം, മതത്തിൻ്റെ ആവാം, സമുദായത്തിൻ്റെ ആവാം, സമ്പത്തിൻ്റെ ആവാം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അത് മത്ത് ആയിട്ട് മാറിയ വ്യക്തി മനസ്സിൻ്റെ സമനില തെറ്റിയ വ്യക്തി തന്നെയാണ്. അവർ ചിന്തിക്കുന്ന അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നു വരുമ്പോൾ അതും വേറൊരു ഭ്രാന്താലയമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ മനുഷ്യന് ഇന്ന് ഈ എന്താ പറയുക, ആ സമനില തെറ്റിയ അവസ്ഥയുടെ തൽഫലമായിട്ട് പകയും കലിയും വൈരാഗ്യവും ഒക്കെ ചെന്ന് അവിടേക്ക് മനുഷ്യനെ കൊണ്ട് എത്തിക്കുകയാണ്. ആ പക ഇന്ന് കാണുന്നത് ഒരേ ഒരു ഓപ്ഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അത് കൊല, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ പീഡിപ്പിക്കുക, ക്രൂരമായി പീഡിപ്പിക്കുക, നശിപ്പിക്കുക. ക്രൂരമായി പീഡിപ്പിച്ച് വേദനിപ്പിച്ച് കൊല ചെയ്യുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തി നിൽക്കുന്നു. അല്ലെങ്കിൽ ജീവിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്. ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കാലം നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വലിയ തത്വചിന്തകളിലേക്ക് പോകും. മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ന് പറയും. അങ്ങനെയല്ല, അവരെക്കുറിച്ച് ചിന്തിച്ചിരുന്നതെന്ന് പറയും.
അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരൊക്കെ ഏത് സംഘർഷത്തിലൂടെ കടന്നു പോകുന്നുവെന്നും അവരെങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോകുന്നതെന്നുമൊക്കെ തിരിച്ചറിയാനും ആ ഒറ്റപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അവഗണിക്കപ്പെടുന്നതിൻ്റെ പേരിലാണ് അവരവസാനം ഒറ്റപ്പെടുന്നത് എന്ന് തിരിച്ചറിയാനും, ഒറ്റപ്പെടുന്നതിൻ്റെ ആ വേദനയുടെ ഒരു ദുരന്തമാണ് ഒരർത്ഥത്തിൽ ഒന്നുകിൽ അത് പകയായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അത് കലിയായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അത് ഇനി വേണ്ട, ഇത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക്, പിടിവിട്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് മാറുന്നത്. അത് ചുറ്റുപാടുമുള്ള നമ്മളാരും അവരെ ഒറ്റപ്പെടുത്താതിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നേനെ. മനുഷ്യൻ്റെ ബന്ധത്തിൽ നിന്നും മനുഷ്യനെ അകറ്റി, സ്വാഭാവിക ബന്ധങ്ങളിൽ നിന്നും മനുഷ്യൻ അകറ്റപ്പെട്ടു പോകുമ്പോഴാണ് ഈ ഒറ്റപ്പെടലുണ്ടാകുന്നത്. അതാണ് ഏറ്റവും വലിയ വേദന. ആ വേദന താങ്ങാതെ വരുമ്പോഴാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. ആരെയും ഒറ്റപ്പെടുത്താതെയും ആരും ഒറ്റപ്പെട്ടു പോകാതെയും ചേർത്ത് നിർത്താൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.